നിതിൻ, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ നിന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പറഞ്ഞു. SITയുടെ ഇനിയുള്ള നീക്കം എന്തായിരിക്കും? ഒപ്പം തന്നെ ഈ പത്മകുമാർ, ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യ ഹർജി ഹൈക്കോടതിയിലുണ്ട്. മറ്റൊന്ന്, ഈ ഹരിപ്പാട്ടെ ഡയാലിസിസ് മരണവുമായി ബന്ധപ്പെട്ട് മരിച്ച മജീദിന്റെ കുടുംബം മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി നൽകും എന്ന വാർത്തയും വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. മധ്യകേരളത്തിലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് ഇന്ന് ഏറ്റവും പ്രധാനമായി വരാനിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ഇന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെയും അതോടൊപ്പം തന്നെ ബെല്ലാരിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെയും ജാമ്യ ഹർജി പരിഗണിക്കുകയാണ്. ഈ ജാമ്യ ഹർജിയിൽ SITയോട് ഇന്ന് കോടതി നിലപാട് തേടും. അതോടൊപ്പം തന്നെ A. ബദ്രുദ്ദീന്റെ ബെഞ്ചാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. മുൻപ്, അതായത് കഴിഞ്ഞ തവണ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ഈ അന്വേഷണം മന്ദഗതിയിലാകുമ്പോൾ എങ്ങനെ ജാമ്യം നൽകാനാകുമെന്ന ചോദ്യമാണ് ഹൈക്കോടതി ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് SITയുടെ നിലപാട് നിർണായകമാകും. മാത്രമല്ല, ഈ കേസ് അന്വേഷണത്തിൽ നിലവിൽ ഇപ്പോൾ SITയുടെ അന്വേഷണത്തിന് വേഗത എത്രത്തോളം ഉണ്ടെന്ന കാര്യങ്ങളൊക്കെ തന്നെ ഹൈക്കോടതിയുടെ പരാമർശം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞവണൊക്കെ തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ അത്തരം പരാമർശങ്ങളൊക്കെ വലിയ ഒരു വാർത്തയായിരുന്നു. സ്വാഭാവികമായിട്ടും ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഹൈക്കോടതിയുടെ നിലപാടും ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ചും SIT ഹൈക്കോടതിയുടെ നിലപാട് തേടും. അതുകൊണ്ട് തന്നെ ഇന്ന് SITയുടെ നിലപാടും ഏറെക്കുറെ പ്രധാനമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ, അതോടൊപ്പം തന്നെ ബെല്ലാരിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരുവർക്കും ഇന്ന് നിർണായകമാണ്. മറ്റൊന്ന്, ഹരിപ്പാട്ട് താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഏറെ പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ചും ഈ ഡയാലിസിസിന് ശേഷം 2 രോഗികൾ മരിച്ച സംഭവത്തിൽ ഇപ്പോൾ ഈ കായംകുളം സ്വദേശിയായ രാമചന്ദ്രന്റെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. DMO അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ ഡയാലിസിസ് എത്തിയ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ വൃത്തിഹീനമായ സാഹചര്യം മൂലമാണ് രോഗികൾക്ക് അണുബാധയേറ്റതെന്നാണ് ഈ കുടുംബത്തിന്റെ ആരോപണം. സ്വാഭാവികമായിട്ടും ആ ആരോപണത്തിൽ നിലവിൽ ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് ഇപ്പോൾ ഇതിനും തന്നെ പുതിയ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് അയച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിലടക്കം ഇന്നൊരു നിലപാട് സ്വീകരിക്കും. MLA രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ ആശുപത്രിയിൽ ഒരു യോഗം ചേരും. മരണപ്പെട്ടവരുടെ കുടുംബങ്ങളും അതോടൊപ്പം തന്നെ ആശുപത്രി അധികൃതരും ഈ യോഗത്തിൽ പങ്കെടുക്കും. സ്വാഭാവികമായിട്ടും തുടർന്നുള്ള ഈ അന്വേഷണം എപ്രകാരമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കുടുംബം എന്ത് നിലപാട് സ്വീകരിക്കും എന്ന കാര്യമൊക്കെ തന്നെ ഇന്നത്തെ ഈ യോഗത്തിൽ വ്യക്തമാകും. ക്രിസ്റ്റീന, കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയായിരുന്നു നിതിൻ അംബുജൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.